الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. സമാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത് ശാശ്വതവാസത്തിന് വേണ്ടിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളി വരുമ്പോ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോകേണ്ടവരാണ് നമ്മൾ. അങ്ങനെ ആ ഒരു വിളി വരുന്ന സമയത്ത് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി അല്ലാഹുവിലേക്ക് യാത്ര തിരിക്കുവാൻ നമ്മുടെ കൈവശം എന്തുണ്ട് എന്ന ഒരു ആത്മപരിശോധന, ഇതാണ് യഥാർത്ഥത്തിൽ ഓരോ സമയവും നമ്മിൽ ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നതും അങ്ങനെ നാളേക്ക് വേണ്ടി നിങ്ങൾ എന്തെടുത്തു വെച്ചു എന്ന് പരിശോധന നടത്താനാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചതെന്ന് ഓരോരുത്തരും പരിശോധിച്ചോളട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളി വരും. ആ ഒരു വിളി വരുന്ന സമയത്ത് അല്ലാഹുവിലേക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ആശ്വാസത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി കടന്നു ചെല്ലാൻ എന്റെ വിശ്വാസം എന്താണ്, എന്റെ പ്രവർത്തനങ്ങൾ എന്താണ്, حسبوا أنفسكم قبل أن تحاسبوا
വസിനൂ അൻഫുസകും ഖബ്ല അൻ തുസനൂ. അല്ലാഹുവിന്റെ ഹിസാബ് എന്ന് പറയുന്നത് സത്യമാണ്. ആ ഹിസാബ് വരുമ്പോ പിന്നീട് റബ്ബേ ഒന്ന് മടക്കണേ എന്ന ഒരു തേട്ടത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹിസാബ് വരുന്നതിന് മുമ്പ് നിങ്ങളെ തന്നെ ഒന്ന് ഹിസാബ് നടത്തുക. എന്റെ വിശ്വാസം എന്താണ്, എന്റെ തൗഹീദ് എങ്ങനെയാണ്, എന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഈ ഒരു ആത്മപരിശോധന. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മീസാൻ അത് കൊണ്ടുവരപ്പെടും. നമ്മുടെ നന്മകളും തിന്മകളുമെല്ലാം തൂക്കി കണക്കാക്കപ്പെടുന്ന മീസാൻ അത് കൊണ്ടുവരപ്പെടും. അത് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ഒരു മടക്കമില്ല. അതുകൊണ്ട് ആ മീസാൻ കൊണ്ടുവരുന്നതിന് മുമ്പ് സ്വന്തം നിലക്കൊന്ന് അളന്ന് തൂക്കി കണക്കാക്കുക. ഓരോ ദിവസവും കിടക്കുമ്പോ, ഉറങ്ങാൻ കിടക്കുമ്പോ, ഒരു പുലരി മുതൽ വൈകുന്നേരം വരെ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആയുസ്സിൽ അവന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ച സമയം എത്രയാണ്? ഈ ഒരു ആത്മപരിശോധന ഓരോ വ്യക്തിക്കും ഉണ്ടാവണം എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറയാണ്, ഇബ്നു ഉമറേ കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. നീ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെ ജീവിക്കണം കേട്ടോ, ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണം കേട്ടോ. ഇദാ അസ്ബഹത ഫലാ തൻതദിറിൽ മസാ വഇദാ അംസൈത ഫലാ തൻതദിറിസ് സബാഹ്. ഒരു പ്രഭാതത്തിൽ നിനക്ക് ആയുസ് അല്ലാഹു തന്നാൽ, ഒരു പ്രഭാതത്തിൽ അല്ലാഹു നിനക്ക് ആയുസ് തന്നാൽ വൈകുന്നേരം വരെ ജീവിച്ചിരിക്കുമെന്ന് നീ വിചാരിക്കേണ്ടതില്ല. ഇനി ഒരു വൈകുന്നേരമാണ് നിനക്ക് ആയുസ് കിട്ടുന്നതെങ്കിൽ പിറ്റേന്നത്തെ സുബഹിന് എണീക്കുമെന്ന് നീ കരുതേണ്ടതില്ല. അദ്ദേഹം പറഞ്ഞു കൊടുക്കുമായിരുന്നു, കണ്ടുമുട്ടുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഖുദ് മിൻ സിഹ്ഹതിക ഇലാ മർദിക വമിൻ ഹയാതിക ഇലാ മൗതിക. നിന്റെ ആരോഗ്യത്തിൽ നിന്ന് നീ എടുത്തു വെച്ചോ, രോഗാതുരമാകുന്ന ഒരു കാലം വരാനുണ്ട്. രോഗം വരും, അസുഖങ്ങൾ വരും. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് അല്ലാഹുവിന്റെ തൃപ്തിയിൽ നീ ചെലവഴിച്ചോ. നിന്റെ ആരോഗ്യത്തിൽ നിന്ന് നീ എടുത്തു വെച്ചോ, നിന്റെ ജീവിതത്തിൽ നിന്ന് നീ എടുത്തു വെച്ചോ. മരണമാകുന്ന സത്യം അത് വന്നെത്താനുണ്ടോ? ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കാതെ കടന്നു പോകാൻ നിർവാഹമില്ലാത്ത എല്ലാ ആത്മാവും അനുഭവിക്കേണ്ട മരണത്തിന്റെ രുചിയുണ്ടല്ലോ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ഓരോ ശരീരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ റൂഹെല്ലാം ആ റൂഹ് ജസദിനെ വേർപെടുന്ന വേർപാടിന്റെ വേദന, ആ മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യുന്നതാ. എല്ലാവരും മരിക്കും. ആ മരണത്തിന്റെ വേദന അത് ആസ്വദിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ടി വരും. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ആൽ ഇംറാൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ആരാണോ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ചാൽ നിങ്ങളുടെ കർമ്മങ്ങൾക്ക് പരിപൂർണമായ പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെടുന്നത്, ആ സമയത്ത് ആരാണോ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുന്നത്, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്, അവർ മാത്രമാകുന്നു വിജയി. ദുനിയാവിന്റെ വിജയത്തിന് ഫത്ഹ് എന്നാ പറയാ, ഫത്ഹ് മക്ക എന്നാ പറയാ, ഫൗസ് മക്ക എന്ന് പറയാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഉദ്ദേശിച്ചത്, അവിടെ പറഞ്ഞത് ഫൗസ് എന്നാണ്. ആഖിറത്തിലെ വിജയത്തിനാണ് ഫൗസ് എന്ന പദം ഉപയോഗപ്പെടുത്തുക. ആരാണോ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുന്നത്, ആരാണോ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്, അവർ മാത്രമാകുന്നു വിജയികൾ. എന്നിട്ട് അല്ലാഹു അടിവരയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാണ്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ലോക ജീവിതം, ദുനിയവിയായ ജീവിതം നിങ്ങളെ വഞ്ചിക്കുന്ന വഞ്ചനാചരക്ക് മാത്രമാ. അപ്പൊ ദുനിയാവ് നമ്മളെ വഞ്ചിക്കും, ദുനിയാവ് നമ്മളെ പറ്റിക്കും,
ദുനിയാവിന്റെ ആഹ്ലാദങ്ങളിലേക്ക്, ആർഭാടങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ കണ്ണഞ്ചിപ്പിച്ചുകൊണ്ട് ദുനിയാവ് നമ്മളെ വഞ്ചിച്ചു കളയുമെന്ന് ദുനിയാവിനെ സംബന്ധിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാൻ അതിന് ഉതകുന്ന കർമ്മങ്ങളുമായി അല്ലാഹുവിലേക്ക് മാത്രം തിരിഞ്ഞുകൊണ്ട് വിശ്വാസവും കർമ്മവും ഏറ്റവും നന്നാക്കി തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഒരുങ്ങി നിൽക്കുവാൻ ഈ നിമിഷം എന്റെ മരണം സംഭവിച്ചാൽ റാഹത്തോടുകൂടി അല്ലാഹുവിലേക്ക് കടന്നു പോകുവാൻ എനിക്ക് സാധിക്കുന്ന രൂപത്തിലുള്ള കറകളഞ്ഞ തൗഹീദ്, ആ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഏറ്റവും സമാധാനത്തോടുകൂടി കടന്നു പോകുന്ന ഒരു മരണം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന 2 മരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ മരണമാണ് സമാധാനമടഞ്ഞ രൂപത്തിൽ അല്ലാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ടുള്ള മരണം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ. അല്ലാഹു വിളിക്കാണ്. ഒരു തൗഹീദുള്ള മനുഷ്യന്റെ മരണത്തിന്റെ ഘട്ടത്തിൽ, വിശുദ്ധിയോടുകൂടെ ജീവിച്ച ഒരു മനുഷ്യന്റെ മരണത്തിന്റെ ഘട്ടത്തിൽ ആ ആത്മാവിനെ വിളിക്കുന്നത് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, എല്ലാ തൃപ്തിയോടും കൂടെ നിന്റെ രക്ഷിതാവിങ്കലേക്ക് നീ മടങ്ങിക്കോളൂ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എന്റെ അടിയാറുകളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ, എന്റെ സ്വർഗത്തിലേക്കും നിങ്ങൾ കടന്നുപോയിക്കൊള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു ക്ഷണം ലഭിക്കുന്നവരാവണം പ്രിയപ്പെട്ടവരെ നമ്മൾ. അതിന് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മത്തസ്സാഅ, എന്നാണ് ലോകം അവസാനിക്കുക നബിയേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത ഉത്തരം എന്താണെന്നറിയോ? നീ അന്ത്യത്തെ പറ്റി ചോദിക്കുന്നു, ലോകത്തിന്റെ അവസാനത്തെ പറ്റി നീ ചോദിക്കുന്നു. മാ അഅദത ലഹാ, ആ അന്ത്യത്തിന് വേണ്ടി നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിന്റെ കയ്യിൽ എന്തുണ്ട്? നിന്റെ പാഥേയം എന്തുണ്ട്? ഒരു യാത്രക്ക് പോകുന്ന അറബിയെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയിലൂടെ ശാമിലേക്ക് തങ്ങളുടെ യാത്രാ ചരക്കുമായി പോകുമ്പോ ആവശ്യമുള്ള ഭക്ഷണവും ആവശ്യത്തിനുള്ള വെള്ളവും കരുതിക്കൊണ്ട് ഒട്ടകപ്പുറത്ത് യാത്ര പറഞ്ഞു പോകുമ്പോ അവർക്കറിയാം ആ മരുഭൂമിയിൽ ഒരു അല്പം വിശ്രമിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുമ്പോ കാലാകാലം അവിടെ കഴിച്ചു കൂട്ടേണ്ടവരല്ല. അതുപോലെയാണ് ദുനിയാവിലുള്ള നമ്മളുടെ ജീവിതം. ഇതറിയുന്ന അറബികളോട് പ്രത്യക്ഷമായും നമ്മോട് പരോക്ഷമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ നടക്കണം കേട്ടോ. ദുനിയാവിലൂടെ ജീവിക്കുമ്പോ ഇതല്ല നിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, നിന്റെ ലക്ഷ്യത്തിലേക്കുള്ള നടപ്പാണിത്. അതുകൊണ്ട് ഒരിക്കലും നീ ചിന്തിക്കേണ്ട കാലാകാലം ഇവിടെ കഴിച്ചു കൂട്ടുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ കരുതലോടുകൂടെ മുന്നോട്ട് പോകണമെന്നാണ് ആഹ്വാനം ചെയ്യുന്നത്. ആ സമാധാനം ലഭിച്ച് മരിച്ചു പോകാൻ കഴിയണം. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന രണ്ടാമത്തെ ഒരു മരണമുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അൻആം ബോധ്യപ്പെടുത്തുന്നു, വലൗ തറാ അക്രമികളായ ആളുകളുടെ അന്ത്യം എത്ര ഭയാനകമാണ്, നിങ്ങളതൊന്ന് കണ്ടിരുന്നുവെങ്കിൽ. മലക്കുകൾ അവരുടെ കരങ്ങൾ നീട്ടിക്കൊണ്ട് പറയും, നിങ്ങളുടെ ആത്മാക്കളെ പുറത്തു കൊണ്ടുവാ. ശരീരത്തിൽ ഒളിച്ചിരിക്കുന്ന മലക്കിനെ കാണുമ്പോൾ ഒളിച്ചിരിക്കുന്ന ആത്മാക്കളോട് അതാ മലക്കുകൾ പറയും, പുറത്തുവാ, ആ ശരീരത്തിൽ നിന്നും പുറത്തുവാ. ഇന്ന് നിന്ദ്യമായ ശിക്ഷയുണ്ട് നിങ്ങൾക്ക്, ഇന്ന് വേദനാജനകമായ നിന്ദ്യമായ ശിക്ഷയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്താ കാരണമെന്നറിയാമോ? ബിമാ കുന്തും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, അന്യായമായത് അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ കെട്ടിപ്പറഞ്ഞവരാണ്. വകുന്തും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിങ്ങൾ അഹന്ത നടിച്ചവരാണ്. റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ കൺമുന്നിലുണ്ടായിട്ടോ അഹങ്കാരത്തോടുകൂടെ അല്ലാഹു പറഞ്ഞത് കേൾക്കാതെ ഭൂമിയിലൂടെ ജീവിച്ചവരല്ലേ. ഇന്ന് നിങ്ങൾക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ടോ? ഈ രൂപത്തിൽ അടിച്ചും മിടിച്ചും പ്രയാസപ്പെടുത്തിക്കൊണ്ടും ആ ജസദിൽ നിന്നോ ആ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പുറത്തു കൊണ്ടുവരുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
ഇതിലേത് മരണം നമുക്ക് വേണ്ടത്? ഇതിലേത് മരണം നമ്മൾ ആഗ്രഹിക്കുന്നത്? ആദ്യം പറഞ്ഞ സമാധാനത്തോടുകൂടിയുള്ള മരണമാണോ? അതല്ല ഈ രൂപത്തിലുള്ള പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ചുകൊണ്ടുള്ള മരണമാണോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുങ്ങണം. ഒരു സൽക്കർമ്മം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ, നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോ മരിക്കാനൊക്കെ ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവസാനിപ്പിച്ചില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ സാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ആരെങ്കിലും നോമ്പെടുത്തുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത്. വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ആരെങ്കിലും സദഖ ചെയ്ത് ആ രൂപത്തിലാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, അല്ലാഹ് ഇഷ്ടമില്ലാത്ത, അല്ലാഹ് ഒരിക്കലും ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചാലോ? നമ്മളൊരു ഹറാമ് കണ്ടുകൊണ്ടിരിക്കുമ്പോ, ഒരു ഹറാമ് കേട്ടുകൊണ്ടിരിക്കുമ്പോ, ഒരു ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ രൂപത്തിലതാ തിരുത്താമല്ലോ, സമയമുണ്ടല്ലോ. മനുഷ്യന് ഭാരമായ ഒരു ആത്മവിശ്വാസം. എന്റെ വല്യാപ്പാക്ക് ഒരുപാട് 70-80 വയസ്സ് ആയുസ് കിട്ടി, എന്റെ ഉപ്പാക്കും ഏകദേശം അത്രയൊക്കെ കിട്ടി. ഇപ്പൊ എനിക്കും ഒരു 60-65 എന്തായാലും കിട്ടും. ഇത് വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് മനുഷ്യന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തുറപ്പാണുള്ളത്? നമുക്ക് എന്തുറപ്പാണുള്ളത്? നമ്മുടെ വർഷം ആയുസ് കിട്ടുമെന്ന്. നമ്മളുടെ കൂട്ടുകാർ, പള്ളിയിൽ നമ്മളുടെ കൂടെ ഇരുന്നവർ, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ തറാവീഹ് നമസ്കരിച്ചവർ, ഇന്ന് പല ആളുകളും അവരുടെ ഖബറിലാണ്, അവരുടെ ബർസഖിലാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല. പ്രതീക്ഷിക്കാതെ, നനച്ചിരിക്കാത്ത സമയത്ത് ഒരു അതിഥിയെ പോലെ കടന്നു വരുന്ന ഒരു മരണമുണ്ട്. എവിടെ വെച്ചാണ് ആ മരണം സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. ഏത് രൂപത്തിലാണ് നമ്മുടെ പര്യവസാനം നമുക്കറിയില്ല. അതുകൊണ്ട് എപ്പോഴും അതിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുവാൻ, നല്ല പര്യവസാനം കിട്ടാൻ, ഒരു നല്ല മരണം കിട്ടാൻ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഫുസ്സിലത്തിൽ നമുക്ക് കാണാം, ചില ആളുകൾ മരിക്കുന്ന സന്ദർഭമുണ്ട്. അവിടെ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ ഒരു സന്ദർഭം. കാരണം എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ ഏറ്റവും അധികം ഭീരുവാകുന്ന സമയം മരണത്തിന്റെ സമയം. ദുനിയാവിന്റെ ഏതൊരു പ്രശ്നത്തിലും അവരെ സഹായിക്കാൻ ആളുകളുണ്ടാകും. ഒരുപക്ഷേ മരണത്തിന്റെ സന്ദർഭത്തിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഭാര്യക്കോ തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവിനോ പരസ്പരം സഹായിക്കാൻ കഴിയില്ല. കയ്യങ്ങോട്ട് നീട്ടിയിട്ട് വിളിക്കണമെന്നുണ്ടാവും, കയ്യനങ്ങില്ല. ഒന്ന് ഉറക്കെ ശബ്ദിക്കണമെന്നുണ്ടാവും, തൊണ്ടയനങ്ങില്ല. ഒന്നിനും സാധിക്കാതെ അല്ലാഹു മാത്രമാകുന്ന നമ്മുടെ മുന്നിൽ റബ്ബിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ അത് മാത്രം അവശേഷിക്കുന്ന സന്ദർഭമാ. ആ സമയത്ത് അല്ലാഹു മലക്കുകളെ കൊണ്ട് സന്തോഷം നൽകുന്ന ചില ആളുകളുണ്ട്. അവിടെയാണ് നമ്മൾ ഉണ്ടാവുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹ് പരിചയപ്പെടുത്തി തരികയാണ് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചാലാണ് അത് കിട്ടുക എന്നുള്ളത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. നിശ്ചയമായി ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ച ആളുകൾ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്, റബ്ബുനല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച ആളുകൾ, അത് കേവലം അധര വ്യായാമം മാത്രമല്ല, കേവലം പറയുക മാത്രമല്ല, പിന്നീട് ആ പറഞ്ഞതിനോട് നേര് പുലർത്തിക്കൊണ്ട് ജീവിക്കുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് പേടിച്ച് ബേജാറായിക്കൊണ്ടിരിക്കുന്ന നമ്മോട് മലക്കുകൾ പറയും, അല്ലാ തഖാഫു, എന്തിനാ നിങ്ങൾ പേടിക്കേണ്ടതില്ല, വല തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. പിന്നെയോ അബ്ശിറൂ വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ. അല്ലാഹ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള സ്വർഗ്ഗത്തെ പറ്റി ആലോചിച്ചോ, നിങ്ങൾ സന്തോഷിച്ചോളൂ. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ.
ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞങ്ങളാണ് നിങ്ങളുടെ ഔലിയാക്കൾ, നിങ്ങളോട് ഏറ്റവും അടുത്ത ആളുകൾ ഞങ്ങളാ. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. ആ സ്വർഗമുണ്ടല്ലോ ചോദിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും. അല്ല, നിങ്ങളുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതുണ്ട് അവിടെ. ആരാ പറയണത്? മലക്ക് പറയാ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ പേടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മനുഷ്യനെ വിളിച്ചിട്ട് പറയാ, ആ സ്വർഗമല്ല നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാ, ഭയക്കേണ്ടതില്ല. കാരണം ദുനിയാവിൽ ഒരുപാട് പ്രതികൂല ഘടകങ്ങൾ ഉണ്ടായപ്പോഴും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ എന്ന് അല്ലാഹുവിനോട് കരാർ ചെയ്തു. ആ കരാറിനെ പുലർത്തിക്കൊണ്ട് ജീവിതത്തിൽ സത്യപ്പെടുത്തി ജീവിച്ചവരല്ലേ നിങ്ങൾ. തഫ്സീർ ഇബ്നു കസീറിൽ കാണാം എന്താണ് ഇസ്തിഖാമത്ത്. എന്താണ് ഇസ്തിഖാമത്ത്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ മുന്നോട്ട് പോവുക. ആ ഇസ്തിഖാമത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച് മരിച്ചവരല്ലേ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാ. നിങ്ങൾ ചോദിച്ചത് കിട്ടും. മാത്രമല്ല, നിങ്ങളുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും അവിടെയുണ്ട്. നുസുലം മിൻ ഗഫൂരിർ റഹീം, പരമകാരുണികനായ പാപം പൊറുക്കുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരുക്കിയ സമ്മാനമാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ മലക്കുകളുടെ സന്തോഷവാർത്ത കേട്ടുകൊണ്ട് സമാധാനമടഞ്ഞ ഒരാത്മാവായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു ക്ഷണം സ്വീകരിച്ച് സ്വർഗീയ ആരാമങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കണം. ആത്മാർത്ഥമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. നമുക്ക് ലഭിച്ച ഈ ഹിദായത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയത്തെ ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹ്, ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മരണം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. നാം സൂചിപ്പിച്ചത് ഒരു നല്ല മരണം ലഭിക്കുവാൻ വേണ്ടി ആത്യന്തികമായി നമ്മിൽ ഉണ്ടാവേണ്ട വിശ്വാസത്തെ പറ്റിയും അതുപോലെ തന്നെ ഇസ്തിഖാമത്തോടു കൂടിയുള്ള ഒരു ജീവിതത്തെ പറ്റിയുമാണ്. അതുപോലെ തന്നെ പഠിപ്പിക്കപ്പെടുന്നത് അല്ലാഹുവിനെ പറ്റിയുള്ള നല്ല വിചാരം നമ്മിൽ ഉണ്ടാവണം. റബ്ബിനെ പറ്റിയുള്ള സ്മരണയും സദ്വിചാരവും നമ്മിൽ ഉണ്ടാവണമെന്നാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറ്റി തന്നെ പഠിപ്പിക്കുകയാണ്. ഒരു ഖുദ്സിയായ ഹദീസാണ്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അല്ലാഹു തആല, അല്ലാഹ് പറയുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. എന്താ അല്ലാഹുവിനെ പറ്റി തന്നെ പറയുന്നത്? അന്ന ഇൻദല്ലി അബ്ദി ബി, എന്റെ അടിമ എന്നെ പറ്റി എന്ത് ചിന്തിക്കുന്നോ ഞാൻ അതുപോലെയാ. എന്നിട്ട് അല്ലാഹ് പറയാണ്, വ അന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ പറ്റി ആലോചിച്ചാൽ, അവൻ എന്നെ പറ്റി ചിന്തിച്ചാൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും. നമ്മുടെ റബ്ബ് പറയാ, അല്ലാഹ് പറയാൻ, നമ്മൾ അല്ലാഹുവിനെ പറ്റി ചിന്തിക്കുന്ന രൂപത്തിൽ അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടാവും. എന്നിട്ട് അല്ലാഹ് എടുത്തെടുത്ത് പറയുന്നു, ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അവന്റെ മനസ്സിൽ എന്നെ പറ്റി ചിന്തിച്ചാൽ, നമ്മൾ സ്വന്തം നമ്മുടെ മനസ്സിൽ അല്ലാഹുവിനെ പറ്റി ഓർത്താൽ അല്ലാഹു നമ്മളെ ഓർക്കുന്നതാണ്. ഒരു സദസ്സിൽ വെച്ചാണ് അവൻ എന്നെ ഓർക്കുന്നതെങ്കിൽ, ഒരു സംഘത്തിൽ വെച്ചാണ് അവൻ എന്നെ ഓർക്കുന്നതെങ്കിൽ, അതിനേക്കാൾ ഉത്തമമായ സംഘത്തിൽ വെച്ചോ സദസ്സിൽ വെച്ചോ അവനെ ഞാനും ഓർക്കുന്നതാ. ആലോചിച്ചു, നമ്മൾ ചെയ്യുന്നതിനേക്കാൾ
അതിനേക്കാളേറെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. വീണ്ടും അല്ലാഹു പറയാ വഇൻ തഖറബ ഇലയ്യ ബിശിബ്രിൻ തഖറബ്തു ഇലൈഹി ദിറാഅ. ഒരു ചാൺ അവൻ എന്നിലേക്ക് അടുത്താൽ ഒരു മുഴം അവനിലേക്ക് ഞാൻ പോകുന്നതാ. ഒരു ചാണ് എന്നിലേക്ക് അടുത്താൽ ഒരു മുഴം അവനിലേക്ക് പോകുന്നതാ. വഇൻ തഖറബ ഇലയ്യ ദിറാഅൻ തഖറബ്തു ഇലൈഹി ബാഅ. ഒരു ചാണ് ശേഷം ഒരു മുഴമാണ് അവൻ അടുക്കുന്നതെങ്കിൽ ഒരു മാറ് ദൂരം അവനോട് ഞാൻ അടുക്കുന്നതാ. വഇൻ അതാനി യംശി അതൈതുഹു ഹർവലാ. അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലുന്നതാ. ആരാ പറയുന്നത്? അല്ലാഹ് പറയുന്നു. അല്ലാഹ് പറയുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ്. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി ചിന്തിച്ചുകൊണ്ട് അല്ലാഹ് നമ്മളെ നോക്കുന്നുണ്ടല്ലോ. അലം യഅലം ബി അന്നല്ലാഹ യറാ. അവ മനസ്സിലാക്കുന്നില്ലേ, അവരറിയുന്നില്ലേ, അവർ ചെയ്യുന്നതെല്ലാം അല്ലാഹു കാണുന്നുണ്ട് എന്ന്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കലാണ് ഒരു നല്ല മരണം ലഭിക്കുവാനുള്ള ഏറ്റവും നല്ലൊരു ക്വാളിറ്റി. ആ മരണത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് ബുദ്ധിമാന്മാരായി ജീവിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, മൻ ഹുവ അഖ്യസുൻ നാസി വ അക്റമഹും യാ റസൂലല്ലാഹ്. പ്രവാചകരെ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ, ആദരണീയനായ മനുഷ്യൻ, വിവേകമതിയായ മനുഷ്യൻ ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി അക്സറുഹും ദിക്റൻ ലിൽ മൗത്ത് വ അശദ്ദുഹും ഇസ്തിഅദാദൻ ലഹു ഉലൈകൽ ലഖിയാസ് ദഹബു ബിശറഫി ദുനിയാ വ കറാമത്തിൽ ആഖിറ. ആരാ ബുദ്ധിമാൻ? ആരാ ബുദ്ധിമാൻ? മരണത്തെപ്പറ്റി ധാരാളമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരുണ്ടോ? ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറഞ്ഞു പോകേണ്ടി വരുമെന്ന് ആലോചിക്കുന്നവരുണ്ടോ? അവനാണ് ബുദ്ധിമാൻ എന്നുള്ളതാണ്. ആലോചിച്ചിരിക്കുക മാത്രമല്ല, അതിനുവേണ്ടി മരണാനന്തര ജീവിതത്തിന് വേണ്ടി നന്നായി പണിയെടുക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരാകുന്ന ബുദ്ധിമാന്മാർ. ദുനിയാവിന്റെ ശറഫും ആഖിറത്തിന്റെ കറാമത്തും എല്ലാം അവർ കരസ്ഥമാക്കി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മരണചിന്തയോടുകൂടി പ്രവാചകൻ പഠിപ്പിച്ച പോലെ ദുനിയാവെന്ന് പറഞ്ഞാൽ സുഖങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് ആ സുഖങ്ങളെയും ആ ആസ്വാദനങ്ങളെയും എല്ലാം മുറിച്ചു കളയുന്ന മരണം നിങ്ങൾക്ക് വരാനുണ്ട്. ആ മരണത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുക എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ മരണചിന്തയോടുകൂടെ മുന്നോട്ട് പോകുന്ന സ്വാലിഹീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസപരമായും കർമ്മപരമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ നിന്റെ ഫള് കൊണ്ട്, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവിധ പ്രയാസങ്ങളെയും നീ ദൂരീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഇണകൾ, ഞങ്ങളുടെ പണ്ഡിതന്മാർ, അവർ ബർസഖിയായ ജീവിതത്തിലാണ്. അല്ലാഹുവേ, സമാധാനവും സമാശ്വാസവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് കൺകുളിർമ നൽകുന്ന മക്കളാക്കി ഞങ്ങളെ നീ മാറ്റണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തെമ്പാടും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. എല്ലാവിധ പ്രയാസങ്ങളെയും നീ ദൂരീകരിക്കണ റഹ്മാനെ. അല്ലാഹുവേ, ഫലസ്തീനിന്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ പ്രയാസത്തിന് മേൽ പ്രയാസം സഹിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമീപസ്ഥമായ സഹായം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ കാലുകളെ ഈ ആദർശത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ രാജ്യത്ത് സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ഐക്യത്തോടുകൂടി
തൗഹീദി ആദർശത്തിൽ നിലകൊള്ളുവാനും ഞങ്ങൾക്കും വരും തലമുറകൾക്കും അല്ലാഹുവേ നിന്റെ നിർഭയത്വം നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأضل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.